നിലവിലെ ബ്രിട്ടീഷ് നീതി നിർവഹണ വ്യവസ്ഥയുടെ അവസ്ഥയെക്കുറിച്ച് അറിയുവാൻ ഡെന്നി ഡി സിൽവയുടെ കഥ അറിഞ്ഞാൽ മതി. മയക്കുമരുന്ന് കടത്തുകാരനും കൊലപാതകിയുമായ ഡെന്നി സി സിൽവയെ 2016 ജയിലിൽ അടച്ചത്. ജയിലിൽ വച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട അയാൾ അന്നു മുതൽ ഏത് ജയിലിൽ പോയാലും തീരാത്ത തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റേതല്ലാത്ത വിശ്വാസങ്ങൾ പിന്തുടരുന്ന ജയിൽ പുള്ളികളെ മർദ്ദിക്കുക, ജയിലിനകത്തേക്ക് മൊബൈൽ ഫോണുകളും ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രചരണ ലഘുലേഖകളും ഒളിച്ചു കടത്തുക തുടങ്ങിയവയൊക്കെ അയാളുടെ സ്ഥിരം പരിപാടികളാണത്രേ. ജയിലിനകത്ത് അതിതീവ്ര ഇസ്ലാമായി അറിയപ്പെടുന്ന ഈ 32കാരൻ ഏത് ജയിലിൽ പോയാലും ഇസ്ലാമിതര വിശ്വാസികളായ തടവുകാരെ ഇസ്ലാം മതത്തിലേക്ക് ബലപ്രയോഗത്താൽ പരിവർത്തനം ചെയ്യിക്കുകയാണെന്നും മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് 2023 ഇയാളെ സെപ്പറേഷൻ സെന്ററിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. 10ൽ താഴെ ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇത്തരം സെന്ററുകൾ 3 അതീവ സുരക്ഷാ ജയിലുകളിലാണ് പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ് ജയിലുകളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഉപദ്രവം വർദ്ധിച്ചതോടെയാണ് ഇത്തരം സെന്ററുകൾ ആരംഭിച്ചത്. എന്നാൽ ജയിലിനുള്ളിലെ പ്രത്യേക ജയിലിൽ കഴിയാൻ താൽപ്പര്യപ്പെടാതെ ഇയാൾ സാധാരണ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടികൾക്ക് മുതിർന്നിരിക്കുകയാണ്. പ്രത്യേക ജയിലിലേക്ക് മാറ്റുക വഴി തന്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. പ്രത്യേക ജയിൽ എന്നാൽ ഗ്വാണ്ടാനമോ പോലെ ഒരു പീഡന കേന്ദ്രമല്ല. ലൈബ്രറിയും ജിംനേഷ്യവുമൊക്കെ അവിടെയുണ്ട്. എന്നാൽ അവിടെ ചെലവഴിക്കാൻ പരിമിതമായ സമയമേ ഉള്ളൂ എന്നാണ് ഇയാൾ ഇന്നലെ ഹൈക്കോടതിയിൽ കേസ് വിചാരണാവേളയിൽ പറഞ്ഞത്. അതുപോലെ ക്വിസ്, ഡോക്യുമെന്ററി കാണൽ തുടങ്ങിയ പഠന പദ്ധതികളോടും താൽപ്പര്യമില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അയാളെ മാറ്റിപ്പാർപ്പിക്കുന്നത് അയാളുടെ മാനസികാരോഗ്യം തകർക്കും എന്നാണ് അയാളുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഉത്കണ്ഠ വർദ്ധിക്കുകയും ക്രമേണ വിഷാദരോഗത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തേക്കാം എന്നും അവർ പറയുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇയാളുടെ തടവുമായി ബന്ധപ്പെട്ട് പരിശോധന ആവശ്യമാണെന്നായിരുന്നു കോടതി ഉത്തരവിട്ടത്. യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 8 ഉറപ്പു നൽകുന്ന തടവുകാരുടെ അവകാശം ഇയാൾക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതനുസരിച്ച് ഇപ്പോൾ ഇയാളെ സാധാരണ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. മാഞ്ചസ്റ്റർ അറീന ബോംബ് സ്ഫോടന കേസിൽ 55 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഹാഷിം അബേഡി കഴിഞ്ഞ ദിവസമായിരുന്നു 3 ജയിൽ വാർഡന്മാരെ കുത്തി പരിക്കേൽപ്പിച്ചത്. ആക്രമിക്കുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥർക്ക് മേൽ ഇയാൾ തിളച്ച എണ്ണ ഒഴിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടനിലെ ജയിലുകൾ എല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന സ്വയം പ്രഖ്യാപിത ബ്രദർഹുഡ് സംഘങ്ങളാണെന്ന് ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻറിക്ക് ആരോപിക്കുന്നു. ജയിൽ ഉദ്യോഗസ്ഥരെയും മറ്റ് തടവുകാരെയും ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജയിലിലെ ഭക്ഷണക്രമവും പ്രാർത്ഥനാ സമയവുമെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. ഇസ്ലാമേതര വിശ്വാസികളെ മതപരിവർത്തനം ചെയ്യിക്കാനും അവർ ബലപ്രയോഗം നടത്തുന്നതായി അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു.